അത്ര മനോഹരമായ ഒരു കാവ്, ഞാനൊരു കാവ് എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത്ര മനോഹരമായി ഒരു വെജിറ്റേഷൻ പോലും നശിപ്പിക്കാതെ എല്ലാ തരം സൂക്ഷ്മ ജീവജാലങ്ങളടക്കം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഈ സ്ഥലത്ത് നമുക്ക് മനോഹരമായൊരു പാർക്ക്, നമ്മുടെ ജനങ്ങൾക്ക് ശുദ്ധമായ ഓക്സിജൻ ശ്വസിക്കാൻ കഴിയുന്ന ഒരു പാർക്ക് തന്നെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഏജാനെറ്റ് എടുത്ത ഈ ശ്രമം എല്ലാ അർത്ഥത്തിലും വിജയിക്കട്ടെ. ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവും. മഞ്ഞണിഞ്ഞ മാമലകൾ തെന്നിവരും തേൻപുഴകൾ പാടുന്നു, ഓ പാടുന്നു. ശരിക്കും ഈ നദി വന്നു ചേരുന്ന സംഗമം, അതിൻ്റെ എക്കോ പാർക്ക് കണ്ടുപിടിച്ച ഏജനെറ്റിന് ഞാൻ ആദ്യമായി ആശംസകളും അഭിനന്ദനങ്ങളും നേരുകയാണ്. ഒരു ഡംപിങ് ഏരിയ പോലുള്ള ഒരു ഇതാ കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ സാധ്യതകൾ ഏജനെറ്റ് ഇങ്ങനെ പുറത്ത് കൊണ്ടുവരുന്ന ഒരു അവസരത്തിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം പ്രവേശിച്ചെടുത്താന്ന് എന്താ പറയുക, മൊത്തം ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ്. ഞാൻ സത്യത്തിൽ ഇരിട്ടിയുടെ ഹൃദയഭാഗത്ത് ഇത്തരം ഒരു ഭൂപ്രദേശം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആദ്യമായിട്ടാണ്. ഇത് കണ്ടെത്തിയ ഏജനെറ്റിന് ഞാൻ ആദ്യമായി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. സാധ്യത പരമ്പര, ഏജനെറ്റ് ഒരുക്കുന്ന സാധ്യത പരമ്പരയിൽ ഈ 9 എപ്പിസോഡ് ഇപ്പോൾ പിന്നിട്ടിരിക്കുകയാണ്. 10ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇരിട്ടിയുടെ മൂക്കിന് താഴെ പുതിയ ബസ് സ്റ്റാൻഡിന് തൊട്ട് അടുത്തുള്ള ഒരു വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഫോറസ്റ്റ് പോലെയുള്ള ഈ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സ്ഥലം ഒരു എക്കോ പാർക്കാക്കി മാറ്റാനുള്ള ഏജനെറ്റിൻ്റെ ഈ സാധ്യത പരമ്പരയിൽ ഇന്ന് നമ്മോടൊപ്പം വന്നിരിക്കുന്നത് സീനിയർ ചേംബർ ഇരിട്ടിയിലെ അംഗങ്ങളാണ്. നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ സൗന്ദര്യവും അതുപോലെ തന്നെ ഇത് ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു എക്കോ പാർക്കാക്കി മാറ്റാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രസിഡന്റിനോട് തന്നെ ചോദിച്ചു നോക്കാം. സാറിൻ്റെ പേര്? അഗസ്റ്റിൻ മമ്പള്ളി. സാർ ഇപ്പോൾ വന്ന് ഈ സ്ഥലമൊക്കെ കണ്ടല്ലോ, എങ്ങനെ ഇരിട്ടിയുടെ പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല, ഏതായാലും കണ്ടിടത്തോളം ഒരു ഗാർഡന് പറ്റിയ സ്ഥലമാണ്. നല്ലൊരു പാർക്കാക്കുകയാണെങ്കിൽ ധാരാളം ആൾക്കാർ ഇങ്ങോട്ട് ഈ പാർക്കിൽ വിശ്രമിക്കാനും കാണുവാനും ആസ്വദിക്കാനുമായിട്ട് വരും എന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുഴയുടെ സൈഡ് കെട്ടി ഒരു പെർമനൻ്റ് വേലി, അതും സുരക്ഷിതമായ മുള്ളുകമ്പിയല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാത്ത ഒരു വേലി ഉണ്ടാക്കണം. അപ്പോൾ ആൾക്കാർക്ക് അതിൻ്റെ അടുത്ത് വന്ന് പുഴയിൽ നോക്കി കുട്ടികൾക്കുമൊക്കെ കളിക്കാനും അതുപോലെ തന്നെ പുഴ ആസ്വദിക്കുവാനും ഗാർഡൻ്റെ പാർക്കിൻ്റെ സൗന്ദര്യവും അതിൻ്റെ പിന്നെ എന്താ പറയണ്ടേ ഒരു കുളിർമയും ഒക്കെ ആസ്വദിക്കാനുള്ള സൗകര്യം കിട്ടും. അതോടൊപ്പം വേറൊരു കാര്യം കൂടി ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് സ്ഥലമുണ്ടെങ്കിൽ നമ്മൾക്ക് പണ്ട് ഇരിട്ടിയിൽ വോളിബോൾ കളിയൊക്കെ നടന്നിരുന്ന ഒരു സ്ഥലമാണ്, ടീമൊക്കെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ ഒരു കോർട്ടുണ്ടാക്കാനുള്ള സൗകര്യമുണ്ട്. അത് യുവജനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു വോളിബോൾ ടീം ഉണ്ടാവുകയും പാർക്കിൽ വരുന്ന ആൾക്കാർക്ക് വൈകുന്നേരങ്ങളിൽ അത് കാണുവാനും കണ്ട് ആസ്വദിക്കുവാനും ഒരു അവസരം കൂടി ഉണ്ടാകും. അതും ജനങ്ങൾ ആസ്വദിക്കും എന്ന് ഞാൻ കരുതുകയല്ലാതെ ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയും കൂടി ചെയ്യുവാനുള്ള സൗകര്യമുണ്ടെങ്കിൽ അതിന് എല്ലാ വകുപ്പുകളുടെയും അംഗീകാരം കിട്ടുകയാണെങ്കിൽ, കിട്ടി എല്ലാവരും അത് ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ മനോഹരമായൊരു പാർക്കാക്കി തീർക്കുവാനും ഇരിട്ടിയിലെ ജനങ്ങൾക്ക് പിന്നെ വൈകുന്നേരങ്ങളിലും ലിഷർ ടൈമുകളിലും ഒക്കെ വന്ന് അവർക്ക് പിന്നെ വിശ്രമിക്കുവാനും ആസ്വദിക്കുവാനും പറ്റും. അതുപോലെ തന്നെ യുവജനങ്ങൾക്ക് ഇങ്ങനെ ചില സൗകര്യങ്ങളുണ്ടെങ്കിൽ അവർ അലസരായിട്ടിരുന്ന് മയക്കുമരുന്നിലേക്കും മറ്റും പോകുന്നതിന് പകരം അവർക്ക് ഇവിടെ അവരുടെ കഴിവുകൾ പിന്നെ പ്രോത്സാഹിപ്പിക്കുവാനും വളർത്തുവാനുമുള്ള സാഹചര്യവും ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ഓക്കെ സാറേ, താങ്ക് യു. അപ്പോൾ ബാബു സാറുണ്ട്, നമ്മുടെ ബാബു സാറ് പഞ്ചായത്ത് സെക്രട്ടറി ഒക്കെയാണ്. അപ്പോൾ സാറേ ഈ ഒരു കാണുമ്പോൾ എങ്ങനെ തോന്നുന്നു? നമ്മൾ ഇരിട്ടിയുടെ തൊട്ട് ബസ് സ്റ്റാൻഡ്, ഞാൻ സത്യത്തിൽ ഇരിട്ടിയുടെ ഹൃദയഭാഗത്ത്
ഇത്തരം ഒരു ഭൂപ്രദേശം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആദ്യമായിട്ടാണ്. ഇത് കണ്ടെത്തിയ ഏജന്റിന് ഞാൻ ആദ്യമായി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഇരിട്ടി നമുക്ക് നഗരത്തിലെ മരങ്ങൾ മുഴുവൻ റോഡ് വികസനത്തിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ട് ഇരിട്ടിയിൽ വരുന്ന ജനങ്ങൾക്ക് ഒരു മിനിറ്റ് വിശ്രമിക്കാൻ ഒരു സ്ഥലമില്ലാത്ത ഒരു പ്രദേശമാണ് ഇരിട്ടി. ആ ഇരിട്ടിയുടെ ഹൃദയഭാഗത്ത് തന്നെ ഇത്ര മനോഹരമായ ഒരു കാവ്, ഞാനൊരു കാവ് എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത്ര മനോഹരമായി ഒരു വെജിറ്റേഷൻ പോലും നശിപ്പിക്കാതെ എല്ലാ തരം സൂക്ഷ്മ ജീവജാലങ്ങളടക്കം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഈ സ്ഥലത്ത് നമുക്ക് മനോഹരമായൊരു പാർക്ക്, നമ്മുടെ ജനങ്ങൾക്ക് ശുദ്ധമായ ഓക്സിജൻ ശ്വസിക്കാൻ കഴിയുന്ന ഒരു പാർക്ക് തന്നെ ഡെവലപ്പ് ചെയ്യണം. ഇതിനൊരുപാട് സാധ്യതകൾ എൻ്റെ മനസ്സിലുണ്ട്. കാരണം നമ്മൾക്ക് പെരുമ്പറമ്പിലുള്ള എക്കോ പാർക്ക് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 4 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കൂട്ടായ്മയായിട്ടാണ് പോയത്. ഒന്ന് നമ്മുടെ പഞ്ചായത്ത്, പായം പഞ്ചായത്ത്, 2 ചെറുകിട ജലസേചന വകുപ്പ്, 3 ടൂറിസം, 4 വനം വന്യജീവി. ഇവിടെ വനം വന്യജീവിയുടെ പ്രശ്നം വരില്ല, കാരണം അവർക്ക് ഇത് ഈ സ്ഥലമായിട്ട് ബന്ധമില്ല. നമ്മളെ സംബന്ധിച്ച് ചെറുകിട ജലസേചന വകുപ്പും ടൂറിസവും നമ്മുടെ മുനിസിപ്പാലിറ്റിയും പ്ലസ് നമ്മുടെ ഇരിട്ടിയിൽ നമ്മുടെ ശിവരാമകൃഷ്ണൻ ഡോക്ടറുടെ ഒക്കെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഇന്റർ ക്ലബ്സ് അസോസിയേഷൻ, അവരുടെയും കൂടി സഹകരണത്തോടു കൂടി നമുക്ക് മനോഹരമായ പണം ഇതൊരു ബുദ്ധിമുട്ടാവും തോന്നില്ല. കാരണം ഈ സ്ഥലത്ത് ഒരിക്കൽ വന്ന ആരും ഇതിൻ്റെ വികസനത്തിന് വേണ്ടി പണം മുടക്കാൻ മടിക്കില്ല. അപ്പോൾ നമുക്ക് പൊതുജനങ്ങളുടെ സഹകരണത്തോടെ, മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടെ, ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെയും നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ പൂർണ്ണമായ സഹകരണത്തോടെ ഈ പ്രദേശം മനോഹരമായി വികസിപ്പിച്ച് ഇരിട്ടിയിലെ ജനങ്ങൾക്കൊരനുഗ്രഹമാക്കി മാറ്റാൻ കഴിയുമെന്ന് യാതൊരു സംശയവും എനിക്കില്ല. അതിൽ ഏജനറ്റ് എടുത്തിട്ടുള്ള ഈ ഉദ്യമത്തിന് എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങളുടെ ഈ പ്രയത്നത്തിന് നന്ദി അറിയിക്കുന്നു. ഈ ഒരു സംഭവം ഇരിട്ടിയിലെ ജനങ്ങൾ ഇന്നും നന്ദിയോടെ സ്മരിക്കുന്നതായിരിക്കും. ഓക്കെ സാറേ, താങ്ക് യു. സാറിൻ്റെ പേര്? ജോയ്. എങ്ങനെയുണ്ട് സാറേ ഇവിടെ വന്ന് ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ? നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കൊന്ന് മരങ്ങൾ വെച്ചുപിടിപ്പിക്കണം എന്നൊക്കെ പറയും. ഇരിട്ടി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഇത്രയും സൗന്ദര്യമുള്ള ഒരു സ്ഥലമുണ്ട് എന്നുള്ള പോലും കണ്ടെത്തുന്നത് ഒരുപക്ഷെ ഏജൻറ്റ് ന്യൂസിലൂടെയാണ്. ഇത്രയേറെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും തണുപ്പ് അനുഭവപ്പെടുന്ന, ഇത്രയും സൗന്ദര്യമുള്ള സ്ഥലം, ഒരു സൈഡ് പുഴ, എന്നാൽ ടൗണുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത പോലെ ഒരു വ്യത്യസ്ത രീതിയിലാണ് കിടക്കുന്നത്. ഇതിനെ സൗന്ദര്യവൽക്കരിച്ചുകൊണ്ട് ഇതിനെ വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നടപടികൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇരിട്ടിയുടെ ടൂറിസം പദ്ധതിയിൽ, അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയുടെ തന്നെ ടൂറിസം പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് ഇതിനെ മാറ്റാൻ പറ്റും. മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന പോലെ ഓട്ടോ പിടിച്ചിട്ടോ അല്ലെങ്കിൽ വണ്ടി പിടിച്ചിട്ടോ പോകാനുള്ള ദൂരമില്ല. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയാൽ ഒരു 10 മിനിറ്റ് മാത്രമേ ഈ അകലത്തുള്ളൂ. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഏജൻറ്റിൻ്റെ ഈ ഒരു പദ്ധതി ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ സാറേ, താങ്ക് യു. അപ്പോൾ വളരെ സുന്ദരമായിട്ടുള്ള ചിരിയൊക്കെ ചിരിച്ചിട്ടാണ് നിൽക്കുന്നത് ഒരു കലാകാരനാണ്. സംഗീത സംവിധായകൻ, രചയിതാവൊക്കെ ആണല്ലേ? അല്ല, സംഗീത സംവിധാനം നടത്തുന്നുണ്ട്, ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അധ്യാപകൻ കൂടിയാണ്, സംഗീത അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഈ ഒരു സൗന്ദര്യം കാണുമ്പോൾ വളരെ ഇത് ആസ്വദിക്കാനുള്ള വളരെ ഒരു താല്പര്യം ഉണ്ടാവും. പിന്നെ അത് സാറിൻ്റെ പേര്? പ്രദീപ് കുമാർ. കക്കരയിൽ നിന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ പ്രദീപ് എന്ന് വിളിച്ചാലും താരമില്ല. എങ്ങനെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഈ ഒരു പുഴയും ഈ ഒരു സ്ഥലം നമ്മളെ ആദ്യം പിന്നെ ഇരട്ടികളെല്ലാം വരുന്ന സമയത്ത് ഒരു ഡംപിങ് ഏരിയ പോലുള്ള ഒരു കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ സാധ്യതകൾ ഏജനറ്റ് ഇങ്ങനെ പുറത്ത് കൊണ്ടുവരുന്ന ഒരു അവസരത്തിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം പ്രവേശിച്ചെടുത്താന്ന് എന്താ പറയുക, മൊത്തം ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ്. നമുക്കിത് പലതരത്തിലുള്ള യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇവിടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഈ ചൂടിൻ്റെ സമയത്ത് നമ്മളെ ഇരട്ടിയിലെ ഹൃദയഭാഗത്ത് നമ്മൾ ഒരു ഓപ്പൺ പിന്നെ സ്റ്റേജൊക്കെ ഉണ്ട്. പക്ഷേ അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കാത്തു നിന്നിട്ട് വേണം രാത്രി ഒരു പ്രോഗ്രാം നടത്തേണ്ടെങ്കിൽ. അതേ സമയത്ത് ഇങ്ങനെയൊരു സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലത്തുള്ള ഞാൻ മ്യൂസിക് ഫൗണ്ടേഷൻ്റെ ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന പിന്നെ പ്രോഗ്രാമൊക്കെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയവും ആൾക്കാരുടെ വരാനും പോകാനും അതുപോലെ അത് ആസ്വദിക്കാനും ഒക്കെ വിശർപ്പില്ലാതെ അല്ലെങ്കിലും പിന്നെ ടെൻഷൻ അടിച്ചിരിക്കാതെ നട്ടുച്ചക്കും നല്ല എ സിയിലിരുന്ന് പിന്നെ നമുക്ക് ആസ്വദിച്ചിട്ട് പോകാൻ പറ്റുന്നൊരു അവസരമാണ്. ഏതായാലും ഈ ഇരിട്ടീൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ഉള്ളത് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അധികാരികൾ അതിന് ഏകോപനം നടത്തിക്കൊണ്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഇതൊന്നും നഷ്ടപ്പെടാൻ പാടില്ല.
നമ്മളെ ആഗോള താപനം ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന സമയത്ത് ഇതൊക്കെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനുള്ളൊരു സംരംഭം ഏജനെറ്റ് ഇത് കൊണ്ടുവന്നതിൽ നമ്മൾ വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരു കലാകാരനാണ് ഈ സാധ്യത 10ാമത്തെ പരമ്പരയിൽ കിട്ടിയത്. ഒരു സംഗീത അധ്യാപനമൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 വരി പാട്ട്. അപ്പോൾ പ്രകൃതിയോട് ബന്ധപ്പെട്ട ഒരു പാട്ടാണ് നമ്മൾ പാടേണ്ടത്. അപ്പോൾ പുഴയെല്ലാം കാണുമ്പോൾ ഒരു ഹമ്മിങ് വരും. അപ്പോൾ ഓ ഓ മഞ്ഞണിഞ്ഞ മാമലകൾ തെന്നിവരും തേൻപുഴകൾ പാടുന്നു, ഓ പാടുന്നു. മഞ്ഞണിഞ്ഞ മാമലകൾ തെന്നിവരും തേൻപുഴകൾ പാടുന്നു, ഓ പാടുന്നു. പൊന്നലഞ്ഞിക്കാവുകളും പൊന്നാരൻ പാടങ്ങളും പൊയ്കകൾ മലർവനികളും നിന്നാടുന്നു, ഓ മഞ്ഞണിഞ്ഞ മാമലകൾ തെന്നിവരും തേൻപുഴകൾ പാടുന്നു, ഓ പാടുന്നു. ശാന്തിതൻ സങ്കീർത്തനങ്ങൾ മൂളുന്നു, കാട്ടുമൈനകൾ സുരലോക സൗന്ദര്യം കതിർ വീശുന്നു. ഇന്നീ നാടിതിൽ അഴകിടും ഐശ്വര്യം. അടിപൊളി അടിപൊളി അടിപൊളി. വളരെ ഹാർമോണിയം ഇല്ലാണ്ടും പാടി, പെട്ടില്ലാണ്ട് വളരെ ഗംഭീരമായിട്ട് പാടി. അപ്പോൾ ഇത് അവസാനം എല്ലാവരുടെയും പാട്ടൊക്കെ നമുക്ക് കേൾക്കാം. എല്ലാവരും കലാകാരന്മാരാണ് നമ്മുടെ സീനിയർ ചേംബറിലുള്ളത്. സാറിൻ്റെ പേര്? എൻ്റെ പേര് ജെയിംസ്. എങ്ങനെയുണ്ട് സാർ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ തീരെയില്ല. 977 ഇരിട്ടിയിൽ വന്ന് ശരിക്കും ഈ ഇരിട്ടിയെപ്പറ്റി പറയുമ്പോൾ എനിക്ക് ഇരിട്ടി ഒരു പുണ്യഭൂമിയാണ്. എൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ഇരിട്ടിയിൽ നിന്നാണ്. വർണ്ണിക്കാൻ വാക്കുകളില്ല വിണ്ണിലെ തമ്പുരാനെ, ആര് തന്ന് നിനക്ക് ഈ രൂപഭംഗി, വാരി ഉമ്മ വെക്കാൻ ഒരു മോഹം. അതാണ് എൻ്റെ മനസ്സിൽ നിന്ന് ഇരിട്ടിയെപ്പറ്റി പറയുമ്പം. ശരിക്കും പറഞ്ഞാൽ ഈ നദിയെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ശരിക്കും കാവേരി സംഗമം എന്നാണ് ഞാനിതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം കൊട്ടിയൂർ വയനാടൻ മലനിരയും പാലുകാച്ചി മലയുടെ സൈഡിൽ നിന്ന് വരുന്ന ബാവലിപ്പുഴ, ബാവലിയെപ്പറ്റി പറയുമ്പോൾ 2 വാക്ക് പറയണം. ബാവലി തീരത്ത് വാഴും മഹേശ്വര, വാരിജാലോചന കൈതൊഴുന്നേ, വൈശാഖ പുണ്യം നിറയുന്ന നിൻപദം പൂവിട്ടു ഞാനിതാ കുമ്പിടുന്നു. അവിടുന്ന് വരുന്ന കൊട്ടിയൂർ ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത് വരുന്ന വാവിലിപ്പുഴയും ആറളംപുഴയോട് ചേർന്ന് വരുന്ന പുഴയും കാവേരിയിൽ നിന്ന് വരുന്ന കർണാടകത്തിൽ നിന്ന് വരുന്ന പുഴ, മാക്കൂട്ട ശ്രീകൃഷ്ണ ക്ഷേത്രം കൂടി വരുന്ന പുഴ, പിന്നെ മുണ്ടയാമ്പറമ്പ് അയ്യങ്കുന്ന് പഞ്ചായത്തിൽ വരുന്ന പുഴ, ഇത് 3ഉം കൂടെ സംഗമിക്കുന്ന സ്ഥലമാണ് ഈ ഇരിട്ടി നഗരം. അതാണ് ഇരിട്ടിയെപ്പറ്റി ഞാൻ പുണ്യഭൂമി എന്ന് പറയുന്നത്. പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ട, പാടാത്ത മാനസ വീണയും പാടും, പാടാത്ത വീണയും പാടും. സ്വപ്നങ്ങളാൽ പ്രേമസ്വർഗങ്ങൾ തീർക്കുന്ന ശില്പിയാണീ മോഹനവയൗവനം. നീലമലർമിഴി തൂലിക കൊണ്ടെത്ര നിർമ്മല മന്ത്രങ്ങൾ നീ എഴുതി, പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ, പാടാത്ത മാനസ വീണയും പാടും.
ശരിക്കും ഈ നദി വന്നു ചേരുന്ന സംഗമം, അതിൻ്റെ എക്കോ പാർക്ക് കണ്ടുപിടിച്ച ഏജന്യറ്റിന് ഞാൻ ആദ്യമായി ആശംസകളും അഭിനന്ദനങ്ങളും നേരുകയാണ്. പിന്നീട് ഈ നദി ചെന്ന് തരുന്ന പഴശ്ശി രാജാവിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള പഴശ്ശി ഡാമിലേക്കാണ്. അപ്പോൾ ഈ നദി പോകുന്ന പിന്നെ ഇരിട്ടി പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തുകൂടിയാണ് പോകുന്നത്. പള്ളികളും അമ്പലങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഇരിട്ടി, അതാണ് ഇരിട്ടി പുണ്യഭൂമി എന്ന് പറയുന്നത്. കീഴൂര് അമ്പലത്തിൻ്റെ സൈഡിലൂടെ ഈ ചുംബിച്ചുകൊണ്ട് ഈ പുഴ ഒഴുകിപ്പോവുകയാണ് പഴശ്ശി രാജാവ് എന്നറിയപ്പെടുന്ന പഴശ്ശി ഡാമിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഒരു പുണ്യഭൂമിയായിട്ടാണ് എൻ്റെ മനസ്സിൽ എനിക്ക് ജീവിതം തന്ന ഈ ഇരിട്ടി പട്ടണത്തിന് ഞാൻ ഒത്തിരി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഏജന്യറ്റിന് പ്രത്യേകിച്ച് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചു വന്ന ശിവരാമകൃഷ്ണൻ ഡോക്ടർക്കും ഈ ഭാരവാഹികൾക്കും നന്ദി, നമസ്കാരം. ഓക്കെ, വളരെ ഗംഭീരമായിട്ട് നമ്മുടെ ഇരിട്ടിയെക്കുറിച്ച് വർണ്ണിച്ചു. അതേപോലെ തന്നെ നല്ല നല്ല പാട്ടുകളൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള നല്ല ഗംഭീരമായിട്ട് തന്നെ സാറ് പറഞ്ഞു. എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് പേരുണ്ട് നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സാറിനെ എല്ലാവർക്കും പരിചയമുണ്ട്. ഒരുപാട് കാർഷിക അവാർഡുകളൊക്കെ നേടിയ ഒരു മഹാനായ വ്യക്തിയാണ്. അപ്പോൾ സാർ നമസ്കാരം. സാറിൻ്റെ പേര്? എങ്ങനെയുണ്ട് സാർ ഇവിടെ വന്ന് നമ്മുടെ ഈ ഒരു അതിമനോഹരമായ ഒരു സ്ഥലമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ ഇരിട്ടിയിൽ 62 കൊല്ലം ഞാൻ വന്നു. കോട്ടയം ജില്ലയിൽ നിന്ന് 1962 ഇവിടെ വന്ന ആളാണ്. 62 ഇത്ര നാളായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം ആവശ്യമില്ല. കാരണം ടൗണിൻ്റെ പുറകോട്ടുള്ള കാട് പിടിച്ചിട്ടുള്ള സ്ഥലം ആർക്കും ഇവിടെ വരേണ്ട കാര്യങ്ങൾ വരുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് വന്നിരുന്നു നേരത്തെ. പക്ഷേ ഇന്ന് രണ്ടാമതാണ് വരുന്നത്. അതിമനോഹരമായിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം വന്നപ്പം ശരിക്കും പറഞ്ഞ ഒരു എ സി ഉള്ള അനുഭവമായിരിക്കുന്നത്. ടൗണിൽ ഭയങ്കര ചൂടായിരുന്നു. ഇവിടെ ഒരു ഒറ്റ ശകലം പോലും ചൂട് കാണുന്നില്ല. കാരണം അത് അത്രയും മരക്കൂട്ടങ്ങളും ഈ പുഴയുടെ ഈ നല്ല തണുപ്പുമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഈ 62 കൊല്ലം വന്നെന്ന് പറഞ്ഞു. അന്ന് ഇരിട്ടിയിലെ ബ്രിട്ടീഷുകാർ പണിത ഒരു പാലമാണ്, അതിമനോഹരമായ പാലം. 100 മീറ്ററോളം വരുന്ന ഒരു ടൗണുള്ളന്ന്. അന്ന് അനന്ത കമ്പോട്ടറുടെയും അതുപോലെ തന്നെ ഡോക്ടർ രാമകൃഷ്ണൻ്റെയും ക്ലിനിക്കാണ് ഇവിടെ ഉള്ളൂ. പിന്നീടാണ് ഈ ടൗൺ ഇപ്പോൾ പുന്നാട് വരെയും അതുപോലെ തന്നെ പായമുക്ക് വരെയും മാടത്തിൽ വരെയാണ് ഇപ്പോൾ ഇരിട്ടി പട്ടണം വ്യാപിച്ചിറങ്ങിയത്. അന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മരം ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ മരങ്ങൾ ടൗണിലുണ്ടായിരുന്നു. ഇപ്പോൾ അന്ന് കാളവണ്ടി ഞാൻ വരുന്ന കാലഘട്ടത്തിൽ കാളവണ്ടി വരെയുള്ള 62 കൊല്ലം മുമ്പാണ്. എടുവരൊക്കെ കാളവണ്ടിയുണ്ട്, കാറുകൾ തുച്ഛം, മറ്റു വണ്ടികളും. അപ്പോൾ ഇന്ന് കാറുകളൊക്കെ നിറഞ്ഞ് വാഹനങ്ങൾ കൊണ്ട് ടൗണിൽ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങനെ വരുന്ന ഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏറ്റവും നല്ലതാണ്. പിന്നെ കർണാടകത്തിൽ നിന്ന് മഞ്ഞ സംസ്ഥാനത്ത് നോക്കി ഒരുപാട് ആൾക്കാർ വരുന്നില്ലേ, പ്രത്യേകിച്ച് വൈത്തൂർ അമ്പലത്തിൽ കുടകരൊക്കെ. അവരൊക്കെ വരുമ്പോൾ ഈ ഇരട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒന്ന് കറങ്ങാനും ഇപ്പോൾ ടൂറിസം പോലെ നമുക്കിവിടെ വളരെ നല്ല സൗകര്യമാണ്. അതുപോലെ തന്നെ നമ്മളാരും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഇപ്പം ഒരു പ്രായം കഴിഞ്ഞു. ഇവിടുത്തെ കാരണം പല വീടുകളും ഇനി മുന്നോട്ട് പൂട്ടും. നമ്മുടെ മക്കൾ മുഴുവൻ കാശുമൊക്കെ ഉണ്ടാക്കി വിദേശത്ത് പോയി മക്കളുടെ മക്കളും കൂടെ വരും. അപ്പോൾ ആ കാരണം വരുന്നാൽ ആർക്കാ ബുദ്ധി തോന്നിയിരിക്കുന്നത് ഇത്. അപ്പോൾ ഈ ഒരു സ്ഥലം അവർക്ക് റിലാക്സ് ചെയ്യാൻ, ടൗണിൽ വന്നിട്ട് അവിടെ ബസ് സ്റ്റോപ്പിലൊന്നും കുറച്ച് നേരം ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരെല്ലാവരും ഇവിടെ വന്ന് പുതിയ തലമുറയ്ക്ക് ഇത് ഏറ്റവും നല്ല അനുയോജ്യമായ ഒരു സ്ഥലമാണ്. അവരുടെ മക്കളെ അവരുടെ കൊച്ചുമക്കളെ എല്ലാം. അപ്പോൾ അങ്ങനെ ഒരു റിലാക്സ് ചെയ്യുന്നൊരു സ്ഥലം. അടുത്തതായിട്ട് ഇവിടെ തന്നെ എന്തെല്ലാം പാർക്ക്, പിന്നെ എന്തെല്ലാം സംവിധാനം വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റ് അത് ചെയ്യും. ഒരു ഫാസ്റ്റ് ഫുഡ്, അതുപോലെ തന്നെ നല്ല കൂൾ ഡ്രിങ്ക്സ്, ഇങ്ങനെയുള്ള പിന്നെ പിള്ളേരുടെ കളിക്കോപ്പുകൾ, അതിന് പറയേണ്ടതില്ല. ഇതുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അങ്ങ് പോയിക്കോളും. നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. എന്തു തന്നെയായാലും ഈ പുഴയുടെ ഈ അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായി ഇങ്ങനെയൊരു സ്ഥലം വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത പ്രദേശത്തില്ല. കാരണം 50 മീറ്റർ പോലും ബസ് സ്റ്റാൻഡിൽ ഇല്ല. അല്ല ചേർന്ന് അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ 50 ഇല്ല, 30 മീറ്ററേ ഉള്ളൂ. ഇത് നേരെ ഒറ്റ അതിൽ ഇത്ര മനോഹരമായ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഭയങ്കര നല്ല കാര്യമാണ്. നിങ്ങളത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ദീപിയും രണ്ടുപേരും കണ്ടുപിടിച്ച് ഞാൻ ഇതിനിടയ്ക്ക് പരമ്പര കണ്ടായിരുന്നു, മൊബൈൽ ഫോണിൽ കൂടെയും പിന്നെ ചാനലൊക്കെ കണ്ടായിരുന്നു. വളരെ നന്നായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് യാഥാർത്ഥ്യമാകണം. പിന്നെ ഞാനൊരു അവാർഡ് ബ്ലോക്ക് ജില്ലാ തലത്തിൽ എനിക്ക് ഒരുപാട് അവാർഡ് 14 അവാർഡ് കിട്ടിയ ഒരാളാണ് ഞാൻ. എൻ്റെ പറമ്പ് തന്നെ എൻ്റെ കൃഷിയിടം തന്നെ ഒരു റിസോർട്ട് പോലെ ഞാൻ ആക്കിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെൻ്റെ വീടുകളിലെല്ലാം എൻ്റെ കൃഷിയിടം കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആളെന്ന് ഏറ്റവും കൂടുതൽ കൃഷിക്കാരിൽ സന്തോഷിക്കുന്ന ഒരാൾ ഞാനായിരിക്കും. ഇത് വരുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഈ അർത്ഥത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൂടാതെ ഞാനൊരു വോളിബോൾ പ്ലെയറായിരുന്നു. 10-30 കൊല്ലം വോളിബോൾ കളിച്ചാൽ ഇരിട്ടി പട്ടണത്തിലെ ബസ് സ്റ്റാൻഡിലെല്ലാം അന്ന് കോർട്ടുണ്ട് ഉള്ള സ്ഥലത്താണ് ഞങ്ങൾ വോളിബോൾ കളിച്ചിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെ അഖിലേന്ത്യാ ടൂർണമെൻറ്റ് നടത്താൻ ഞാൻ 10-20 പേര് കമ്മിറ്റിക്കാരിൽ ഒരാളായിരുന്നു ഞാൻ. അഖിലേന്ത്യാ ടൂർണമെൻറ്റ് ഇതിൻ്റെ തൊട്ട് അതിർത്തിയിലായിരുന്നു നടത്തിയത്. അങ്ങനെയുള്ള കാര്യങ്ങളിലും പഞ്ചായത്തിൽ ഞാൻ ജനപ്രതിനിധിയായിരുന്നു, കേരളം പഞ്ചായത്തിന്. അപ്പം അങ്ങനെ എല്ലാ രംഗങ്ങളിലും എനിക്ക് വളരെയധികം താല്പര്യം, പൊതുരംഗത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ നല്ല രീതിയിൽ ഈ കാര്യം ബന്ധപ്പെട്ട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്
മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ ഇരിക്കുന്ന ഗവൺമെൻറ്, ടൂറിസം, അവരെല്ലാം കൂടി ഈ തീർച്ചയായിട്ടും താല്പര്യം എടുക്കുക. അതിൻ്റെ ഉദ്യോഗസ്ഥരോട് വന്ന് കണ്ടാൽ ജനപ്രതിനിധികളും വന്നിട്ട് തീർച്ചയായിട്ടും നടത്തിയിരിക്കും. ഓക്കെ, വാക്ക് പൊന്നാകട്ടെ. ഇത് ഇരിട്ടിക്ക് ഒരു നല്ലൊരു പാർക്കായി തന്നെ മാറട്ടെ എന്ന് ആശംസിക്കാം. അപ്പോൾ ഇനി നമ്മോട് സംസാരിക്കാനുള്ളത് സാറിൻ്റെ പേര്? എൻ്റെ പേര് ബെന്നി. ബെന്നി സാർ, എവിടെ വീട്? എൻ്റെ വീട് കീഴ്പള്ളിയാണ്. കീഴ്പള്ളി. എങ്ങനെയുണ്ട് സാർ ഇവിടെ? ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഇൻഷുറൻസ് അല്ലേ? അതെ. എങ്ങനെയുണ്ട് ഇവിടെ വന്ന് കണ്ടപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥലവും കാര്യങ്ങളാണ്? ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഇരിട്ടിയിൽ പ്രദേശത്ത് ജനിച്ചു വളർന്ന വ്യക്തിയാണെങ്കിൽ പോലും ഇരിട്ടി ടൗണിൽ വരിക പോവുക എന്നുള്ളതിനപ്പുറം ഇരിട്ടിയുടെ ടൗണിൻ്റെ ബാക്ക് ഭാഗം എന്താണെന്നുള്ളത് നമ്മൾ അറിയപ്പെടുന്നില്ല. പക്ഷേ ഈ പ്രദേശം വന്ന് കണ്ടപ്പോൾ എനിക്ക് ഏറെ സന്തോഷം തോന്നി. ഇതൊരു പാർക്കാക്കി മാറ്റിയാൽ വളരെ വിജയകരമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ മാനന്തവാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിലിരിക്കുമ്പോൾ ഞാൻ പോകേണ്ട ബസ് വന്നപ്പം ആ ബസ് ഇല്ലായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. അവർ പറയുന്നുണ്ട് ഇത് ഇരിട്ടി ബസ് സ്റ്റാൻഡിൽ ഒന്ന് വിശ്രമിക്കാൻ പോലുള്ള ഒരു സൗകര്യം ഇല്ലല്ലോ എന്നാണ് അവർ ആദ്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ പ്രദേശം വന്ന് കണ്ടപ്പോൾ നമ്മൾ ഇരിട്ടിയുടെ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ആൾക്കാർക്ക് വന്ന് വിശ്രമിക്കാനുള്ള സൗകര്യം കൂടി ആവും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാഴ്ചപ്പാട്. തന്നെയുമല്ല, ഇക്കോ ടൂറിസം എന്ന് പറയുമ്പം പ്രകൃതിക്ക് കേടുപാട് വരുത്താതെയും ആവാസയോഗ്യത്തിന് ശല്യപ്പെടുത്താതെയും ഉണ്ടാകുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ ഇക്കോ ടൂറിസം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും നശിപ്പിക്കപ്പെടേണ്ടതായിട്ടില്ല, ഒന്നിനും ശല്യമായിട്ട് തീരുന്നുമില്ല. ഇതിനെ അതേപോലെ തന്നെ പ്രകൃതിയോട് തന്നെ നിലനിർത്തിക്കൊണ്ട് ഇതൊരു പാർക്കാക്കി മാറ്റിയാൽ ഒത്തിരി പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഏജാനെറ്റ് എടുത്ത ഈ ശ്രമം എല്ലാ അർത്ഥത്തിലും വിജയിക്കട്ടെ. ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവും. ഈ അവസരത്തിൽ ഇവിടെ വരുവാനും നമ്മൾ സംസാരിക്കുവാനും അവസരം തന്ന നമ്മുടെ ഡോക്ടർ ശിവരാമകൃഷ്ണൻ സാറിനോടും അവിടെ ബന്ധപ്പെട്ട ആൾക്കാരോടും പ്രത്യേകിച്ച് ഏജന്റിനോടും നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതിനൊക്കെ സീനിയർ ചേംബർ ഇരിട്ടിയിലെ അംഗങ്ങളാണ് ഇത് ഇപ്പോൾ ഇത്രയും നേരം നമ്മോട് സംസാരിച്ചത്. അപ്പോൾ ഇവരെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് വന്നത് നമ്മുടെ ഡോക്ടർ ആണ്. ഡോക്ടർ ഇപ്പോൾ 2-3 എപ്പിസോഡിലുണ്ട്. സാർ, ഇന്ന് ഇതേക്കുറിച്ച് ഒരു പുതിയൊരു വിഷയം എന്താണ് സാറിന് പറയാനുള്ളത്? പുതിയ വിഷയം എന്ന് പറയുമ്പോൾ സാധ്യതകൾ എന്നാണല്ലോ പരമ്പരയുടെ പേര്. ഇത് 10ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ സാധ്യതകളിൽ ചില സാങ്കേതികത്വം മാത്രം ഞാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് ഇത് മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥലമാണ്. അപ്പോൾ അതിന് അവരുടെ പെർമിഷൻ കാര്യങ്ങൾ ഇതൊരു എക്കോ പാർക്കായിട്ട് ഉയർന്നു വരണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ അവർക്ക് ഗൈഡ് ലൈൻസ് പ്രകാരമേ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു ജനാധിപത്യ രാജ്യം എന്ന് പറയുമ്പോൾ ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ. ജനങ്ങൾ, ജനങ്ങളാൽ, ജനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നമ്മളാണ് യജമാന്മാർ, ഉദ്യോഗസ്ഥരൊന്നല്ലല്ലോ. പക്ഷേ അവർക്ക് ഗൈഡ് ലൈൻസ് ഉണ്ടാകും, അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റൂ, അവർ തള്ളി പറയാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ ഇത് നഗരസഭ മുൻകൈ എടുക്കുന്ന മുറയ്ക്ക് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത് അനിവാര്യമായിട്ട് ഇത് നടന്നേ തീരും. നമുക്കറിയാം, ഇപ്പോൾ ഇത് ചില കോണറുകളിൽ നിന്നും നമ്മുടെ വള്ളിയാട് വയൽ, അതുപോലെ നമ്മുടെ മാടത്തിൽ ഗ്രൗണ്ട്, അതൊക്കെ വന്നിട്ട് ചുവപ്പിനടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് ആളുകൾ പറയുന്നു. പക്ഷെ അതൊന്നും നമ്മൾ ഇത് കണക്കിലെടുക്കേണ്ടതില്ല. ഇപ്പോൾ പെരുമ്പറമ്പ് ഇക്കോ പാർക്ക് ഫലവത്തായല്ലോ. നമ്മുടെ മുൻ സെക്രട്ടറി, നമ്മുടെ മെമ്പർ കൂടിയായി ഇനി ബാബു സാർ, ഇനി അദ്ദേഹം വന്നിട്ട് വോയിസ്കയുടെ പ്രസിഡൻ്റായിട്ടാണ് വരാനിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് 4 സ്റ്റേജുകളെ പറ്റി അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ പെരുമ്പറമ്പ് ഇക്കോ പാർക്ക് ഫലവത്തായല്ലോ. അത് തീർച്ചയായിട്ടും അതുപോലെ നഗരസഭ മുൻകൈ എടുക്കുകയും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ ഇത് നടത്തിയേ തീരൂ. ഇപ്പോൾ നമ്മൾ സർക്കാർ ജീവനക്കാരെന്ന് പറയുമ്പോൾ ഗവൺമെൻറ് സർവൻസാണ്, യജമാന്മാരൊന്നുമില്ല. ചില സർക്കാർ ജീവനക്കാർ ബ്യൂറോക്രാറ്റ്സായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന അല്ല പെരുമാറിയിരുന്ന കാലങ്ങളൊക്കെ മൺമറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ. അതിൻ്റെ വന്നിട്ട് സർവൻസ് എന്നുള്ള പേരാണ്, ജനസേവകരാണ്. ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും തമിഴ്നാട്ടിൽ പോലീസുകാരെ പറയുന്ന കാവൽ എന്നാണ്, ജനങ്ങളുടെ കാവൽക്കാരാണ്. അല്ലാതെ അവർ അങ്ങനെ ഭയങ്കര കോട്ടും സൂട്ട് കിട്ടുന്ന അങ്ങനെ ഓരോ പദവികൾ വഹിച്ച് അങ്ങനെ വന്നിട്ട് അങ്ങനെ നടക്കാനുള്ളതല്ല. അങ്ങനെ പറയും, അങ്ങനെയല്ല, ഞാൻ അർത്ഥത്തിലല്ല വിചാരിക്കരുത്. പക്ഷേ ജനങ്ങളെ സംരക്ഷിക്കേണ്ടവരാണ്, ജനങ്ങളുടെ കാവൽക്കാരാണ്. അപ്പോൾ അങ്ങനെ ജനഹൃദയങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാവരും നിൽക്കേണ്ടതാണ്. അപ്പം നമ്മുടെ വോയിസ് ആണല്ലോ പ്രതിനിധികൾ അവിടെ നമ്മുടെ അസംബ്ലിയിലും അതുപോലെ പാർലമെൻറ്റിലും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ അവർ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വോയിസ് അവർ മുഖേന നാം അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ഇത് ഫലവത്തായി തീർക്കുക തന്നെ ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൽ തൂവൽ പൊഴിയും തീരം ഈ
മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം. ഇപ്പോഴേ നമ്മളെ ഒരു ക്രിസ്തീയ ഭക്തിഗാനം നമ്മൾ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇൻസിഡൻ്റലി വന്ന പാട്ടാണ്. ഈസ്റ്റർ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അച്ഛനായി അഭിനയിക്കുകയൊക്കെ ചെയ്ത ശിവരാമകൃഷ്ണൻ സാറാണ്. ഞാനാണ് മ്യൂസിക് ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത്. നയന ടോം എന്നുള്ള കുട്ടിയാണ് ഇതിൻ്റെ ലിറിക്സ് എഴുതിയിട്ടുള്ളത്. അനുശ്രീ വിനോദാണ് പാടിയത്. ഞാനിപ്പോൾ എൻ്റെ ഒരു ശബ്ദത്തിൽ പാടാം, ഞാൻ കമ്പോസ് ചെയ്തതുകൊണ്ട് തന്നെ. എന്നെ മാറോടു ചേർത്തണയ്ക്കാൻ സ്നേഹം നൽകി എന്നെ താലോലിക്കാൻ, എന്നെ മാറോടു ചേർത്തണയ്ക്കാൻ സ്നേഹം നൽകി എന്നെ താലോലിക്കാൻ, കണ്ണീരെല്ലാം തുടയ്ക്കാം ഉള്ളിൽ നീറും ദുഃഖം ഏറ്റെടുക്കാൻ എൻ്റെ ഈശോ ഇതാ വരുന്നു, തിരുവോസ്തിയായി എന്നിൽ വരുന്നു, എൻ്റെ ഈശോ ഇതാ വരുന്നു, തിരുവോസ്തിയായി എന്നിൽ വരുന്നു. അപ്പോൾ ഈ ഒരു പാട്ടാണ് നമ്മൾ റിലീസായി, ഇത് ഇന്നലെ റിലീസ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് കാണുകയും അതുപോലെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ എല്ലാം ചെയ്യണം. ചാനൽ വരുന്നുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. ഏതായാലും ഏജനെറ്റും അത് പ്രൊമോട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കാണുക. പിന്നെ ഒരു നല്ല കമ്പോസിഷനാണ്, നല്ലൊരു പിന്നെ ഒരു കുട്ടിയാണ് പാടിയിട്ടുള്ളത്, നല്ല ലിറിക്സാണ് എന്നൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും എല്ലാവരും അനുഗ്രഹം ഉണ്ടാകണം. ഓക്കെ. ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ, ആസ്വദിക്കുക നാ ഈ വിലാസലോല ഭൂമിയിലാരു ബന്ധുക്കൾ സുഹൃത്തെ, ചുറ്റും ശത്രുക്കൾ. സർവം മറക്കുവാൻ അല്പം സ്നേഹം നുകർന്നു ഞാൻ, സൗഖ്യം നുകരുമ്പോൾ അരുതേ ചതഞ്ഞ വേദാന്തം. ഓരോ മനുജനും ഓരോ ദിനമുണ്ടാറടി മണ്ണിൽ, എന്തൊരു ജന്മം ഇതെന്തൊരു ജീവിതം, എന്തിനു നാം വൃഥാ അരങ്ങൊഴിഞ്ഞു പോകാൻ വെറുമൊരു നാടകമാടുന്നു. ഇന്നലെ നമ്മൾ കണ്ടവരിൽ ചിലരെങ്ങോ മറയുന്നു, കാലം മായ്ക്കും ജാലമതിൽ നാം മണ്ണായി മാറുന്നു. ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ, ആസ്വദിക്കുക നാ. ലോകത്തിരമാലകളിൽ നമ്മൾ തുഴഞ്ഞ കളിവള്ളം, തീരത്തൊരു ചെറുതണലേകാൻ ദൈവമുണ്ടോ മറുകരയിൽ? ഇല്ലല്ലോ ദൈവം പോലും ഒരു ചെറുതണലേകാ. നേരം പോയി നമ്മൾക്കായിനി കരയാനാരുണ്ട്? ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ, ആസ്വദിക്കുക നാം. ഈ ലോകഗോളത്തിൽ ഇനിയും പുലരികൾ ഉണരുമ്പോൾ ആരാര് തമ്മിൽ കാണും എല്ലാ ഒരു വിധി വിളയാട്ടം. എറിയരുതേ കല്ലുകൾ ഞങ്ങളുടെ നോവും കരളുകളിൽ, പറയരുതേ കുത്തുവാക്കുകൾ നെഞ്ചകം ഉരുകുമ്പോൾ. എറിയരുതേ കല്ലുകൾ ഞങ്ങളുടെ നോവും കരളുകളിൽ, പറയരുതേ കുത്തുവാക്കുകൾ നെഞ്ചകം ഉരുകുമ്പോൾ. ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ, ആസ്വദിക്കുക നാ. ബന്ധം ബന്ധനമായി മാറ്റും സൗഹൃദമാണിവിടെ, ധനവും ധാന്യവുമില്ലാതായ സഹചരുമില്ലിവിടെ. ബന്ധം ബന്ധനമായി മാറ്റും സൗഹൃദമാണിവിടെ, ധനവും ധാന്യവുമില്ലാതായ സഹചരുമില്ലിവിടെ. ഇന്നു ചിരിച്ചു പിരിഞ്ഞവരെല്ലാം കാതങ്ങൾക്കകലേ,
ഇന്നു ചിരിച്ചു പിരിഞ്ഞവരെല്ലാം കാതങ്ങൾക്കകലേ. അമ്മ സഹോദരി താതനുമെല്ലാം ആറടിയകലവരെ. ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ, ആസ്വദിക്കുക നാം. ഈ വിലാസലോല ഭൂമിയിൽ ആരു ബന്ധുക്കൾ സുഹൃത്തെ, ചുറ്റും ശത്രുക്കൾ. സർവം മറക്കുവാൻ അല്പം സ്നേഹം നുകർന്നു ഞാൻ. സൗഖ്യം നുകരുമ്പോൾ അരുതേ ചതഞ്ഞ വേദാന്തം. ഓരോ മനുഷ്യനും ഓരോ ദിനമുണ്ടാറടി മണ്ണിൽ. എന്തൊരു ജന്മമിതെന്തൊരു ജീവിതം, എന്തിനു നാം വൃഥാ അരങ്ങൊഴിഞ്ഞു പോകാൻ വെറുമൊരു നാടകമാടുന്നു. ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ, ആസ്വദിക്കുക നാം. ഓക്കെ സാർ, അപ്പോൾ വളരെ നന്ദിയുണ്ട്. കാരണം ഈ 10ാമത്തെ എപ്പിസോഡിൽ ഇപ്പോൾ 2-3 എപ്പിസോഡ് സാർ വന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മോടൊപ്പം ചേർന്ന് സീനിയർ ചേംബർ ഇരിട്ടിയിലെ അംഗങ്ങളാണ്. അവർ വളരെ ആധികാരികമായിട്ട് നമ്മുടെ ഈ ഒരു എക്കോ പാർക്കിൻ്റെ സാധ്യതകൾ ചൂണ്ടിക്കാണിച്ച്, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇരിട്ടിയിൽ വന്നൊരു ഓട്ടോ വിളിച്ച് തൊട്ടടുത്ത കിലോമീറ്ററുകൾ താണ്ടി നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഇത് ഇരിട്ടി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഇരിട്ടിയുടെ മൂക്കിന് താഴെ എന്ന് പറയാം. ബസ് കയറാൻ വരുന്നവർക്ക് കുറച്ച് നേരം ബസ് താമസമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഒരു വിശ്രമിക്കാൻ ഇവിടെ വരാം. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ കേസുമായി വരുന്നവർക്ക് ചെക്കപ്പ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ താമസിക്കുന്നവർക്കും ഒരു അരമണിക്കൂറൊക്കെ ഇവിടെ വന്നിരിക്കുക, 1 മണിക്കൂറൊക്കെ ഇരിക്കുക. അതും ഒരു നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ ഈ ഒരു സാധ്യത എന്ന് പറയുന്ന പരമ്പരയിൽ നമ്മുടെ ഈ എക്കോ പാർക്ക് ഇരിട്ടിയുടെ എക്കോ പാർക്കാക്കി മാറ്റാനുള്ള ഈ ഒരു പ്രയത്നത്തിൽ ഇന്ന് നമ്മോടൊപ്പം സീനിയർ ചേംബറിലെ ഇരിട്ടിയിലെ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. വളരെ ആധികാരികമായിട്ട് ഞാൻ എല്ലാവരും സംസാരിച്ചു. അപ്പോൾ ഇത് സാധ്യതകൾ പരമ്പര ചൂണ്ടിക്കാണിക്കുകയാണ് ഞങ്ങൾ അധികൃതരിലേക്കും ജനങ്ങളിലേക്കും. സാറ് പറഞ്ഞ പോലെ ജനങ്ങളാണ് എല്ലാം. ക്യാമറമാൻ ഷിജു അബ്രഹാമിനും ഡോളമി മുണ്ടാരിനുമൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്.